നമ്മുടെ കേരളത്തിലെ വളരെ പ്രമുഖരായ 3 CPM നേതാക്കൾ പോക്സോ കേസിൽ പ്രതിയാക്കപ്പെടുമോ എന്ന ഒരു സംശയത്തിലാണ്. സംശയമല്ല, ഏതാണ്ട് അവർ പ്രതി ചേർക്കപ്പെടും, കൂട്ടുപ്രതിയാക്കപ്പെടും എന്നാണ് അറിയുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ കുംഭമേളയിലെ ഒരു വൈറൽ താരമായ ചാരക്കണ്ണുകളുള്ള ഒരു പെൺകുട്ടി, അത് അറിയാമല്ലോ, ഇവിടെ വന്ന് അത് ഒരു സിനിമയിൽ അഭിനയിക്കാനെന്ന് പറഞ്ഞ് വന്നിട്ട് അവസാനം മഹാരാഷ്ട്ര സ്വദേശിയായ ഫർമാൻ ഖാനുമായിട്ട് ഇവിടെ പൂവാറിനടുത്ത്, തിരുവനന്തപുരത്ത് പൂവാറിനടുത്ത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായി. ഒരു മുസ്ലിം യുവാവ് ഹിന്ദു പെൺകുട്ടിയെ എങ്ങനെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം ചെയ്തു എന്ന് ചോദിച്ചാൽ, സാർ എനിക്ക് ഉത്തരമില്ല, ഇത് കേരളമാണ്, ഇവിടെ CPM ആണ് ഭരിക്കുന്നത്, എന്തും സംഭവിക്കും. എന്തായാലും ഇപ്പോൾ കേസ് വലിയ വിവാദമായിരിക്കുകയാണ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, 16 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പോക്സോ വകുപ്പിട്ട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം, ഈ പെൺകുട്ടി പട്ടികവർഗക്കാരിയാണ്, കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടാൻ പോകുന്നത് ഒന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഈ ഫർമാൻ ഖാൻ പ്രതിയായി കഴിഞ്ഞു, 1ാം പ്രതിയാണ്. ഇനി ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ കേസ്. MV ഗോവിന്ദൻ പ്രതിയാകും, മന്ത്രി V ശിവൻകുട്ടി പ്രതിയാകും, രാജ്യസഭാ MP A റഹീം അദ്ദേഹവും പ്രതിയാവും. ഈ 3 പേരുമാണ് കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ചത്. അപ്പം അവർ പറയുന്നു, അല്ല ഞങ്ങൾ അവിടെ പോയി പങ്കെടുത്തു എന്നേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ 3 പേരും പ്രതിയാകുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്താണ് സാർ, ഈ കേരളത്തിലെ CPM നേതാക്കൾക്ക് ഇത്രയും വലിയൊരു മണ്ടത്തരം, ഒരു അബദ്ധം സംഭവിക്കുമോ? ഇവര് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ ഇതെല്ലാം? അല്ല, ഇത് CPMന്റെ നേതാക്കന്മാർക്ക് ഇപ്പോൾ സംഭവിച്ചല്ലോ. ഇത് വളരെ കുറച്ച് കാലമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഇത്തരം വിവാഹങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. അഖില, ആ കുട്ടി ഏലിയാസ് വൈക്കംകാരി, അശോകന്റെ മകൾ, അതെ അല്ലേ? അതെ, ആദിയായിട്ട് മാറി. അതെ. അതിന് അവർക്ക് അനുകൂലമായി, അതായത് അശോകന് അനുകൂലമായി കോടതി കേസ് കേട്ടു, അതിനകത്തൊരു നിരീക്ഷണം നടത്തി എന്ന് പറഞ്ഞപ്പോൾ കേരള ഹൈക്കോടതിയെ വളഞ്ഞ ചരിത്രം ഓർക്കുന്നുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകര് കേരള ഹൈക്കോടതിയെ വളഞ്ഞു. നിസ്സാര കാര്യമല്ല. നിർനിമേഷരായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും നോക്കി നിന്നു, കയ്യും കെട്ടി നോക്കി നിന്നു. ഇതൊക്കെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് ഒരു പെണ്ണുണ്ടല്ലോ, നിമിഷ ഫാത്തിമ, ആറ്റുകാൽ സ്വദേശി. അതിന് അമ്മ വന്നിരുന്ന് കരയുന്നത് കണ്ടു. പക്ഷെ പൊതുസമൂഹത്തിന് അവരോടൊരു താല്പര്യം തോന്നില്ല. അന്നത്തെ ഒരു പ്രത്യേകത, ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഇവളെ കൊണ്ടുവരാൻ പറ്റില്ലെന്നായിരുന്നു പറഞ്ഞത്. എവിടെയെങ്കിലും പോയി തൊലയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നായിരുന്നു. ഇതാണ് കേരളത്തിലെ പൊതുസമൂഹം സ്വീകരിച്ചൊരു നിലപാടാണ്. ഞാൻ അവസ്ഥ ഇതാണ്. അതുപോലെ തന്നെ സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ പോകുന്ന ആളുകൾ ഒന്നാലോചിച്ച് നോക്കി. ഇവിടെ പഠിക്കുന്ന എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ആളുകൾ, മെഡിസിന് പഠിക്കുന്ന ആളുകൾ, അവരൊക്കെ സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ പോവാം. ദാറ്റ് മീൻസ് അവരൊക്കെ ബ്രെയിൻ വാഷ്ഡ് ആണ്. ആരാണ് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? ആരാണ് ഇവരെ ഒരു ടൂൾ, ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത്? ഇതിനെ പിന്നിലുള്ള നിക്ഷിപ്ത താല്പര്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ടെററിസം തുടങ്ങുന്നത് അടുത്ത സമയത്ത് റെഡ് ഫോർട്ടിലല്ല, കേരളത്തിലാണ്. കേരളത്തിൽ ശക്തമാണ് വൈറ്റ് ടെററിസം. അതിൻ്റെ ഭാഗമാണ് സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ പോയ കാര്യങ്ങൾ. ഇത് അന്നൊക്കെ ഉണ്ടായിരുന്നൊരു പ്രശ്നം വെച്ചാൽ, ഏത് കാര്യത്തിനും എന്ത് പ്രൊട്ടക്ഷനും 4 വോട്ടിന് വേണ്ടി ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഇടതുപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനും ഉള്ളത്. 2 കൂട്ടർക്കും അങ്ങനെയാണ്. ഇനി ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ, ഈ ഫർമാൻ ഖാന് പകരം മറ്റൊരു ഹിന്ദു യുവാവ് ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു കൊണ്ടുവരുന്നത്. ഇതുപോലെ മുസ്ലിമിനെയും പ്രേമിക്കാമല്ലോ, എന്താ പറയുക? ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച്, ചാരക്കണ്ണുള്ളൊരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു യുവാവ് പ്രേമിച്ച് കേരളത്തിൽ കൊണ്ടുവന്നാൽ ആ വിവാഹത്തിന് പങ്കെടുക്കാൻ റഹീം പോകുമായിരുന്നു, ശിവൻകുട്ടി പോകുമായിരുന്നു, അതല്ലെങ്കിൽ ഗോവിന്ദൻ പോകുമായിരുന്നു? പോവില്ല എന്നുള്ള ക്ലിയർ അല്ലേ? ഉറപ്പാണ്. വളരെ ഇതൊക്കെ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ പൊതുസമൂഹം ഈ തരംതാണ രാഷ്ട്രീയ കളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത്, ഒരു നീതിബോധമുള്ള, നമ്മുടെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ച് പ്രാഥമികമായ വിജ്ഞാനമുള്ള എനിക്ക് തോന്നുന്നത് ഈ 3 പേരും പെട്ടു തന്നെയാണ്. കാരണം അവരുടെ കാർമ്മിത്വത്തിൽ ഈ വിവാഹം നടന്നതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് അവരുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിലുണ്ട്. പിന്നെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട്. കേരളത്തിലെ DGP അങ്ങോട്ട് വിളിച്ചിരിക്കുകയല്ലേ? അതെ, ഈ 22-ാം തീയതി ഹാജരാകാൻ നിർദ്ദേശിച്ചു. ഹാജരാകലേ പറ്റുള്ളൂ. ആരൊക്കെ പങ്കെടുത്തുന്നും എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുക്കണ്ടേ? ഈ കുട്ടിയുടെ അച്ഛൻ പോലീസിൽ പരാതി കൊടുത്തില്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരു FIR തയ്യാറാക്കണ്ടേ? FIR തയ്യാറാക്കുമ്പോൾ ഈ മഹാരഥന്മാരെ കുറിച്ചൊന്നും പറയാതെ ഒരു FIR തയ്യാറാക്കാൻ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നിട്ടില്ല. ഈ ഫലം വരാതെ നിൽക്കുന്ന ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം പോലും ഈ കേസിനെ ഗതിയെ നിയന്ത്രിക്കുന്ന ഒന്നായിരിക്കും. ഇപ്പോൾ മധ്യപ്രദേശിൽ ആണല്ലോ ഈ കുട്ടിയുള്ളത്. അതെ. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനെ പോലീസ് ഭീഷണിപ്പെടുത്തി ഓടിച്ചു എന്നായിരുന്നു. അതെ, ഇവിടെ തമ്പാനൂർ പോലീസ് ഈ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബഹളമായി. അങ്ങനെ ഈ കുട്ടിയെയും അച്ഛനെയും ഒക്കെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഈ ഫർമാൻ ഖാൻ കൊടുത്ത രേഖകൾ വിശ്വസിച്ച് പോലീസ് ഈ അച്ഛനെ വിരട്ടി ഓടിക്കുകയായിരുന്നു എന്നാണ് പരാതി. അച്ഛനെ ഇവിടുന്ന് വിരട്ടി ഓടിച്ചു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും വന്ന നിന്നെ തൂക്കിയെടുത്ത് അകത്താക്കും, നീ കേരളത്തിലെ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നും എന്ന് ഭീഷണിപ്പെടുത്തി അച്ഛനെ ഓടിച്ചു എന്നാണ് ആ അച്ഛൻ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. നോക്കൂ, സ്വന്തം മകള്, പ്രായപൂർത്തിയാകാത്ത മകളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം ഇതാണ്. എന്താണ് സാർ, എവിടെയാണ് നമ്മുടെ പോലീസ് ചെന്നെത്തി നിൽക്കുന്നത്? കേരള പോലീസിന് ആകെ നാണക്കേടായിരിക്കുകയാണ്. അല്ല, ഇതിനകത്ത് മറ്റൊരു വശവും കൂടെ ഉണ്ട്. ഇവര് പോലീസ് സ്റ്റേഷനിൽ കാണിച്ച ഒരു തെളിവുണ്ട്, ഇതിന്റെ ആധാർ കാർഡ്. ആ ആധാർ കാർഡില് വയസ്സ് തെറ്റായിട്ടാണ് കാണിച്ചത്. ഫാബ്രിക്കേറ്റഡ് ആധാർ കാർഡാണ് ഇവർ ഹാജരാക്കിയത്. അത് പോലീസിന്റെ ഉണ്ടല്ലോ, എല്ലാ കല്യാണം നടത്താനൊക്കെ ഇല്ലല്ലോ. അപ്പൊ ആ ഫാബ്രിക്കേറ്റഡ് ആധാർ കാർഡ് ഉണ്ടാക്കിയതിന് വേറെ ശിക്ഷയുണ്ട്. ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്തവൻ ആരാണ് എന്ന് കണ്ടെത്തുന്നത്. അവൻ അതിന്റെ താല്പര്യം എന്താണ് എന്ന് കണ്ടെത്തേണ്ടത്. ഫർമാൻ ഖാൻ എന്ന് പറയുന്ന ഇയാൾക്ക് ഈ വിവാഹം നടത്താൻ പറ്റിയ ഏറ്റവും പറ്റിയ സ്ഥലം ഇന്ത്യ മഹാരാജ്യത്ത് കേരളമാണെന്ന് കണ്ടെത്തിയല്ലോ. അതെ, എന്താ കേരളമാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്? ഇവിടെ സഹായിക്കാൻ മീഡിയ ആരോടുണ്ട്, ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ അവരോടുണ്ട്. അവരൊക്കെ വന്ന് മംഗളവാചകം ചൊല്ലി ഈ കല്യാണം നടത്താനുള്ള കാരണം ഫർമാൻ ഖാൻ മുസ്ലിമും ഈ പെൺകുട്ടി ആദിവാസിയുമായി. സാർ, അതിനകത്ത് ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ കേസ് ഇപ്പോൾ NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഈ കേരളത്തിലെ വിശ്വഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി നേതാക്കൾ താമസിയാതെ കോടതിയെ സമീപിക്കുമെന്നാണ് അറിയുന്നത്. കാരണം ഈ ഫർമാൻ ഖാൻ മഹാരാഷ്ട്രയിൽ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ ഫർമാൻ ഖാനും A.A. റഹീമും ശിവൻകുട്ടിയും ഗോവിന്ദൻ മാഷുമായിട്ട് എന്താണ് ബന്ധം? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അത് നമ്മൾ പിന്നെ വളരെ ഗവേഷണം നടത്തേണ്ട ഒരു കാര്യമാണ്. സിദ്ദിഖാപ്പൻ എന്ന് പറഞ്ഞൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാൾ പാകിസ്ഥാനിൽ പോയിന്ന തെളിവുണ്ട്. പാകിസ്ഥാനിലേക്ക് അയാൾ ടെലിഫോൺ വിളിച്ചതിൻ്റെ തെളിവുണ്ട്. പാകിസ്ഥാനി ചാരസംഘടനയുമായി ഇയാൾ ബന്ധപ്പെട്ടതിന് ആരോപണങ്ങളുണ്ട്. അങ്ങനെ പിന്നെ സിദ്ദിഖാപ്പനെ പിടിച്ചുകൊണ്ട് പോയത് പണം വന്ന വഴികളെ കുറിച്ച് വളരെ കൃത്യമായ തെളിവുകൾ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും മറ്റ് ഏജൻസികൾക്കും കിട്ടിയിട്ടുണ്ട്. സാർ, ഇല്ലെങ്കിൽ ഒരു കോടതി ഒരാളെ ഇങ്ങനെ അനിശ്ചിതകാലത്തേക്ക് തടങ്കൽ വെക്കാൻ അനുവദിക്കുമോ? നമ്മുടെ കോടതികളൊക്കെ അത്ര ബയാസ്ഡ് ആണോ? ഈ രാജ്യത്ത് നിയമവാഴ്ചയില്ലേ? ഇവിടെ ആർഗ്യുമെന്റിന് ബലമില്ലേ? അപ്പോൾ സിദ്ദിഖാപ്പൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ നീണ്ടകാലം ജയിലിൽ ജാമ്യം പോലും ലഭിക്കാതെ കഴിഞ്ഞെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ അയാൾക്കെതിരെ ആരോപിച്ച കുറ്റങ്ങളുടെ പ്രാഥമിക തെളിവുകൾ കൃത്യമായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് മാത്രമല്ല, സിദ്ദിഖാപ്പൻ എന്ന് പറഞ്ഞൊരു പത്രക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിദ്ദിഖാപ്പന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാൻ ഇറങ്ങിയ ആരാണ്? കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ആണല്ലോ, അല്ലേ? അവരാണല്ലോ ഇറങ്ങിയത്. അവർക്ക് എന്താണ് ഇതിനകത്തുള്ള താല്പര്യം? ഇത് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന പത്രപ്രവർത്തകൻ ഈ സിദ്ദിഖാപ്പനാണ്. സിദ്ദിഖാപ്പൻ ഇവർ കൊടുത്ത പ്രാധാന്യം എന്താണ് എന്ന് പറഞ്ഞാൽ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ പത്രപ്രവർത്തകരെ കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണം. അതിനെന്തിനാ സംശയിക്കുന്നത്? അതിനൊരു സംശയമില്ല. കാരണം ഏഷ്യാനെറ്റ് ചാനലിലാണ് ഒരുത്തൻ വന്ന് പറഞ്ഞത്, എൻ്റെ പിന്നിൽ, ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ പിന്നിൽ ഒരു മുസ്ലിം പള്ളി കത്തിയെരിയുകയാണ്. അറിയാം, ഞാൻ കണ്ടതാണ് ആ ക്ലിപ്പിംഗ്. അവിടെ ഒന്നും സംഭവിച്ചില്ലായിരുന്നു. ഇത്തരം അധമന്മാരെ വെച്ച് വാഴിക്കുന്ന ഒരു ചാനലിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഇത് പത്രപ്രവർത്തകർക്കുള്ള അധോലോക ബന്ധത്തെക്കുറിച്ച്, പത്രപ്രവർത്തകർക്കുള്ള ദേശവിരുദ്ധ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞാൽ എല്ലാ പത്രപ്രവർത്തകരെ കുറിച്ച് ഞാൻ ഒരിക്കലും പറയില്ല. രാജ്യസ്നേഹികളായ പത്രപ്രവർത്തകരുണ്ട്, മാന്യമായ പത്രപ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു ന്യൂനപക്ഷം ദേശദ്രോഹ വിരുദ്ധ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് കേരളത്തിൽ ഏറെക്കാലമായി നടത്തുന്നുണ്ട് എന്നൊരു ആരോപണമുണ്ട്. ആരോപണം സത്യമാണോ ഇല്ലെന്നറിയണമെങ്കിൽ അന്വേഷിച്ചാലേ ഉള്ളൂ. അപ്പം അന്വേഷണ വിധേയമാകത്തക്ക വിധത്തിൽ നമ്മുടെ പത്രക്കാർക്കെതിരെ ആരോപണം വരാനുള്ള സാഹചര്യം എന്താണ്? അവർ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ, ദുരൂഹമായ സാഹചര്യം, ബന്ധങ്ങളുള്ളത് കൊണ്ടല്ലേ? അത്തരം ഒരു കേസാണ് ഈ ഫർമാൻ ഖാന്റെ ഈ കുട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസ്. ഇത് ഈ കുട്ടി പ്രായപൂർത്തിയായിട്ടില്ല എങ്കിൽ
ഈ കുട്ടിയുടെ വിവാഹത്തിന് പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ പോരാ. വിവാഹത്തിന് പങ്കെടുക്കാൻ ആർക്കെല്ലാം ഏതെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റും? ഒരു വിവാദമുണ്ടാക്കിയ വിവാഹമാണിത്. പോലീസ് ഇടപെട്ട് നടത്തുന്ന ഒരു വിവാഹമാണ്. ഇവരവിടെ പങ്കെടുത്ത് സദ്യ കഴിച്ചു പോലും അല്ല ചെയ്തത്. അവരുടെ കാർമ്മികത്തിൽ ഈ വിവാഹം നടന്നു. അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിട്ട് ആഘോഷിക്കുകയായിരുന്നു. അതെ, ഇപ്പൊ നമ്മളൊരു റിയൽ കേരള സ്റ്റോറി. അപ്പം അത് ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും CK ഗോവിന്ദനോ ശിവൻകുട്ടിക്കോ അല്ലെങ്കിൽ റഹീമിനോ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ 3 പേർക്കും അതിനകത്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. അത് ഞാൻ പറഞ്ഞു. സാങ്കേതികമായിട്ട് ഇവരെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇവർക്ക് അതിലെത്തുന്ന നിക്ഷിപ്തമായ താല്പര്യം, അത് പോലീസ് അന്വേഷണത്തിലാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ അവള് വയസ്സ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണെന്ന് ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു വിവാദമുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൃത്യമായ അതിൻ്റെ രേഖകൾ ഹാജരാക്കി വിവാഹം നടത്താം. അതുവരെ ആ പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു മഹിളാ മന്ദിരത്തിൽ അതല്ലെങ്കിൽ റെസ്ക്യൂ ഹോമിലോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി നടപടി സ്വീകരിക്കേണ്ടായിരുന്നു. അത് ചെയ്യാതെ പോലീസും ഇവരും കൂടി ഒരു കല്യാണം അങ്ങ് നടത്തി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കല്യാണം നടത്തും, ഞങ്ങൾക്ക് തോന്നിയ പോലൊക്കെ ചെയ്യും എന്നൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ധാരണ മാറണമെങ്കിൽ ഇത്തരം ചില രാഷ്ട്രീയ നേതാക്കന്മാരെ നിയമത്തിന്റെ മുന്നേ കൊണ്ടുവരികയും അവർ തെറ്റുകാരാണെങ്കിൽ കഠിനമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യും. തെറ്റുകാരാണെങ്കിൽ കഠിനമായ ശിക്ഷ കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് എന്ത് വിലയാണ് അറിയാവുന്നത്? അത് ശരിയല്ലല്ലോ. അപ്പൊ നാളെയും ഇത് കൂടുതൽ ഈ പറഞ്ഞ പോലെ അഖില ഹാദിയമാർ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അതുപോലെ നിമിഷ ഫാത്തിമമാർ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ഇത്തരം അനാശാസ്യമായ പ്രവർത്തനങ്ങൾ ഇനിയുമെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് തടയണമെങ്കിൽ ശക്തമായ ഇടപെടൽ ഉണ്ടായേ മതിയാവും. അതിൻ്റെ ചില തുടക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു ഈ ഇരയാകുന്ന പെൺകുട്ടികളുടെ ബന്ധുക്കൾ. അവർക്കൊന്നും സംസാരിക്കാനൊക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് സംരക്ഷണമായ ഹിന്ദു ഐക്യവേദി വന്നിട്ടുണ്ട്, അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഹൈന്ദവ സംഘടനകൾ ശക്തമായി ഇടപെടുക മാത്രമല്ല, ശക്തമായി തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യും, ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ അതോടുകൂടി ഈ ചിത്രം ഇവിടെ മാറി വരികയാണ്. ഒരു കാര്യമുണ്ട് സാർ, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും മധ്യപ്രദേശ് ജയിലിലെ ഗോതമുണ്ട തിന്നാൻ യോഗം ഉണ്ടെങ്കിൽ പിന്നെ അത് തടയാൻ പറ്റില്ല ആർക്കും. അല്ല, അതിനെന്തിനാ തടയുന്നത്? ചിദംബരം തിഹാർ ജയിലിൽ പോയി കിടന്നില്ല. ചിദംബരം വരെ കുഞ്ഞു പുള്ളിയായിരുന്നു. അല്ല, ചിദംബരം ജഡ്ജി വക്കീലാണ്. ചിദംബരത്തിന്റെ ഭാര്യ നളിനി ചിദംബരം സുപ്രീം കോടതിയിലെ നളിനി ചിദംബരത്തിന്റെ അച്ഛൻ ജഡ്ജിയോ വക്കീലോ ആയിരുന്നു. അപ്പൊ ചിദംബരത്തിന്റെ തിഹാർ ജയിലിലോട്ട് പോകാമെങ്കിൽ ഇവർക്കൊക്കെ തിഹാർ ജയിലിലോട്ട് അല്ലെങ്കിൽ വേറൊരു ജയിലിലോട്ട് പോകാൻ തടസ്സം എന്താ? മധ്യപ്രദേശിൽ നല്ല ജയിലില്ലേ, അവിടെ താമസിക്കാം. അവിടെ മനുഷ്യരല്ലേ താമസിക്കുന്നത്, അവിടെ കുറ്റവാളികളല്ലേ താമസിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ അവരും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ കുറ്റവാളികളാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യട്ടെ, അവരെ ശിക്ഷിക്കട്ടെ, തുറുങ്കിലടയ്ക്കട്ടെ. അതാണ് നീതിബോധമുള്ള ഒരു സമൂഹം ചെയ്യേണ്ട കാര്യം. നീതിന്യായ സംവിധാനം ശക്തമായി നിലനിൽക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇതൊക്കെ ഏത് ഉന്നതനും എന്ത് തോന്നിയാസവും സംഘടിതമായ ബലത്തിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ അധികാരത്തിൻ്റെ പേരിലോ കാണിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം അപഹാസ്യമാവില്ലേ? കുറ്റവാളി ആരായാലും ശരി, അവരെ തെറ്റുകാരെ ശിക്ഷിക്കാൻ കഴിയണം. അതിന് ഈ ഫർമാൻ ഖാൻ അതിനൊരു വേദി ഒരുക്കി ഇവരെ അങ്ങോട്ട് ആനയിക്കുമെങ്കിൽ ഫർമാൻ ഖാൻ ചെയ്തത് നല്ല കാര്യമാണ്, ഇവരും ചെയ്ത് നല്ല കാര്യമാണ്. കാരണം ഇതൊരു മാതൃകാപരമായ കാര്യം. ആർക്കും ഇത്തരം തോന്നിവാസം കാണിക്കാൻ ഭയക്കും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. എന്തായാലും ശരി, ഈ പെൺകുട്ടി പ്രായപൂർത്തിയായ പെൺകുട്ടി അല്ല എങ്കിൽ, കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, നമുക്കറിയില്ലല്ലോ. അച്ഛൻ പറയുന്നു പട്ടികവർഗ കമ്മീഷൻ ആ തെളിവുകൾ പരിശോധിച്ച് ഈ കുട്ടി ജനിച്ച ഹോസ്പിറ്റലിൽ നിന്ന് അതിന്റെ എല്ലാ രേഖകളും കണ്ടെടുത്തു. അവർക്ക് ഉറപ്പായത് കൊണ്ടാണ് പോക്സോ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കതിനകത്ത് മറ്റൊന്നും പറയാനില്ല. നമ്മൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ കേസെടുക്കാൻ പറ്റുള്ളൂ. ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ ഇവിടുത്തെ ഒരു മന്ത്രിയെയും ഒരു മുൻ മന്ത്രിയെയും ഒരു പാർലമെന്റ് മെമ്പറെയും ഒക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതത്ര എളുപ്പമല്ലല്ലോ. കൃത്യമായ തെളിവുകൾ എങ്കിലും കേസിൽ നിന്ന് അവർക്ക് ഊരാൻ പറ്റില്ല, അത്ര പെട്ടെന്ന് ഊരാൻ പറ്റില്ല. കാരണം അവർക്ക് ഫർമാൻ ഖാൻ കുറ്റവാളി തന്നെയാണ്. ഫർമാൻ ഖാന്റെ കാര്യം അതിൻ്റെ പോക്കാം, കാരണം അതിൽ കല്യാണം കഴിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പോക്കാണ്, അതിനെ സംശയിക്കുക കാര്യമില്ല. പോക്സോ കേസിലകത്ത് കിടക്കേണ്ടി വരും കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചെയ്ത കേസാണ്. പക്ഷേ ഇവർക്കെതിരെ കോടതി സ്വീകരിക്കുന്ന നടപടികൾ എന്തായാലും ശരി, അതൊരു മാതൃകയാണ്. അതെ ഞാൻ പറഞ്ഞില്ല, ഇവരെ തുറുങ്കിലടക്കില്ല എന്നുള്ളത് നമുക്കറിയത്തില്ല. അതിനാവശ്യമുണ്ടെങ്കിൽ അടയ്ക്കട്ടെ, ഇല്ലെങ്കിൽ അടയ്ക്കണ്ട. അപ്പോൾ അവരങ്ങോട്ട് പോയതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് നഷ്ടം സംഭവിക്കുന്നില്ല. ഇവരിവിടെ നിന്നാൽ പ്രത്യേകിച്ച് കേരളത്തിനുള്ള ഗുണം എന്താ? ശിവൻകുട്ടിയും റഹീമും ഇവിടെ നിന്നുകൊണ്ട് കേരളത്തിന് എന്താ പ്രയോജനം?
ഒരു കുറവുമില്ല. അങ്ങോട്ട് പോയുള്ളത് കുഴപ്പം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അതൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ കാര്യം. പക്ഷേ ഇതേ ഉള്ളൂ പ്രശ്നം, ഒരു നല്ല മാതൃകയാകണം. അതിന് കഴിയണം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.